അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. ഈ ഡിസംബറിൽ 4 ഞായറാഴ്ചകളായി 76 രജിസ്ട്രേഷനാണ് ഉണ്ടായത്. ഫിസിയോതെറാപ്പി ഒഴികെ. ഫിസിയോതെറാപ്പി ഒരു 4 ഞായറാഴ്ചയായിട്ട് 40 എണ്ണം ഇല്ല, ഏകദേശം 40-ന് മുകളിലായിരിക്കും 4 ഞായറാഴ്ച ഉണ്ടാവുക. അപ്പോൾ 76 ആൾക്കാരെ നമ്മളെ പുതിയ രജിസ്ട്രേഷൻ ഉണ്ടായത്. അതിൽ ഓർഫൻ കുടുംബങ്ങൾ 60 ഓർഫൻ കുടുംബങ്ങളിൽ. അതിൻ്റെ ഇടയിൽ ഫിസിയോതെറാപ്പി വേറെ ഉണ്ട്, പിന്നെ ഭിന്നശേഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും സ്മാഷ് വേറെ രജിസ്റ്റർ ചെയ്തിട്ട് പുതുതായിട്ടൊക്കെ അവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു 4 ഞായറാഴ്ചൻ്റെ ഉള്ളിൽ ഒരു 100 ചില്ലാനും കുടുംബങ്ങൾ, ഒരു 125ഓളം കുടുംബങ്ങൾ ബിസ്മിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഓർഫൻ കെയറിൽ രജിസ്റ്റർ ചെയ്ത 60 കുടുംബങ്ങൾ 130 കുട്ടികളാണ് 10ാം ക്ലാസ്സിൻ്റെ താഴെ ഉള്ളത്. അള്ളാഹുവിൻ്റെ പരമാനുഗ്രഹം കൊണ്ട് അതിൽ കുറച്ച് വീടുകളിലൊക്കെ പോകാൻ പറ്റും. ഒരു പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, ഗൂഡല്ലൂർ, തൃശ്ശൂരിൻ്റെ ബോർഡറിലൊക്കെ ഉള്ള ചില ഏരിയകളിലൊക്കെയാണ് പോകാൻ പറ്റും. അൽഹംദുലില്ലാ. അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ കാണുന്നത് കുഞ്ഞുമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണം അത് പഠിച്ച റബ്ബിൻ്റെ ഒരു തീരുമാനമാണ്. മരണം ഇപ്പം നമ്മളിങ്ങനെ അത് അള്ളാഹു തീരുമാനിച്ച പോലെ നടക്കും. പക്ഷെ നമ്മൾ പഠിച്ച റബ്ബ് ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ വൈദവ്യം അനുഭവിക്കുന്ന സഹോദരിമാർ, അനാഥത്വം അനുഭവിക്കുന്ന മക്കൾ, അവരെ കാര്യങ്ങൾ നമ്മൾ ഇടപെടാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അതിനൊരുപാട് പ്രോത്സാഹനം നൽകുന്ന ആയത്തുകളാണ് ഇപ്പോൾ കുഞ്ഞുമോൻ സൂചിപ്പിച്ചതും നമുക്കൊക്കെ അറിയുന്നതും നമ്മൾ കേട്ടതും പഠിച്ചതും ഒക്കെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പൊയ്യൊക്കെ ഒരു വീട്ടിൽ മാളും ഞാനും സഫീറുമാണ് തോന്നുന്നുണ്ട്, അങ്ങനെ പോയി. അപ്പോൾ ആ സഹോദരി വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു 12-14 വയസ്സായ കുട്ടിയെ റോട്ടിലേക്ക് പറഞ്ഞയച്ചു. വഴി പറഞ്ഞിട്ടൊന്നും ഒരു ക്ലിയർ കിട്ടണില്ല. അങ്ങനെ ഒരു സൂചന ഒക്കെ കിട്ടി. ഏതായാലും വീട്ടിലെത്തിയപ്പോൾ ആ കുട്ടി അകത്തേക്ക് പോയി. ഉമ്മ വരാന്തയിൽ ഇരുന്നിട്ട് സംസാരിക്കണം. അപ്പോൾ ആ സഹോദരി ആളിനെ പിടിച്ചടങ്ങ് നിന്നിട്ട് ഇങ്ങനെ പറയുന്ന കുറേ വാക്കുകളുണ്ട്. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, വാപ്പ മരിച്ചുപോയി, ഉമ്മ അപ്പുറത്തുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിച്ച് അനുഭവിച്ചുകൊണ്ടാണ് ഇത്ര ദൂരം പിന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് വന്നത്. അപ്പോൾ കോഴിക്കോട് നിന്നാണ് അവർ ഇതിനെപ്പറ്റി ധരിച്ചത്, ഇവിടെ എത്തിയത് തന്നെ. അങ്ങനെ സംസാരിച്ച് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നുകിൽ എടപ്പാൾ നടക്കുന്ന സംഗമത്തിലേക്ക് വിളിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. എന്തായാലും വിഷമിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. സഹോദരൻ്റെ അനുജത്തിൻ്റെ ഭർത്താവും പെട്ടെന്ന് മരിച്ചു. അവളും ഭയങ്കര പ്രയാസത്തിലാണ്. ഞാനൊരിതും പിടിച്ച് നിൽക്കുന്നുണ്ട്. അനുജത്തി ഒരുപാട് തമർന്നു പോയി. അവൾക്ക് 3 കുട്ടികളാണ്, നല്ല പ്രയാസത്തിലാണ്. അവരോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈ കുട്ടി, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്ന കുട്ടി പുറത്തേക്ക് വരാതെ അകത്തേക്ക് പോയി. അപ്പം മനസ്സിലെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഒന്നും സംസാരിച്ചില്ലല്ലോ, എന്തായി നിങ്ങൾ തോന്നിപ്പോയി. ഞങ്ങളൊരു 2 കിലോമീറ്റർ കാറ് വിട്ടുപോകാൻ ആ സഹോദരി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവായിട്ട് ഇറക്കിയതാണ് നിങ്ങളെ ഇപ്പം ഇങ്ങോട്ട് നിന്ന്. അപ്പോൾ എന്താ വെച്ചു, രാത്രി കുട്ടിക്ക് അസഹ്യമായ വയറുവേദന, അസുഖം തുടങ്ങി 2 മാസമായി. പൈസ കടം വാങ്ങിയിട്ടും കാതിലുള്ളതൊക്കെ എടുത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആസ്പത്രിക്ക് ഇങ്ങനെ പോകണം. ഒരു 300 റുപ്യ അവിടെ ഉണ്ട്, ആ പൈസ ഇട്ടൊന്ന് പോയാൽ ആസ്പത്രിക്ക് എത്തുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് വിളിച്ചത്. അപ്പോൾ വളരെ ചെറിയൊരു പൈസയാണ് കൊടുത്തിട്ടുള്ളതിന്. പക്ഷേ ആ പൈസ അവർക്കൊരു വലിയ അനുഗ്രഹമായി. അത് ഞാൻ എൻ്റെ പൈസ കൊടുത്തതല്ല, കയ്യിലേൽപ്പിച്ചൊരു പൈസ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ ആ സഹോദരി പറഞ്ഞ അള്ളാഹുവായിട്ട് ഇറക്കി തന്നതാണ് നിങ്ങളവിടെ എന്ന് പറഞ്ഞ സഹോദരി ഒരുപാട് സങ്കടം പറഞ്ഞ്. സത്യത്തിൽ വളരെ ചെറിയ സംഖ്യ കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ള നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം എൻ്റെ കുട്ടീൻ്റെ മുന്നിൽ ഒന്നും പറയാൻ വയ്യിട്ട് ഓൻ അങ്ങോട്ട് പോയതുകൊണ്ടാണ്. ഓന് 2 മാസം അസുഖം തുടങ്ങി. ഓൻ ഇന്നലെ പറഞ്ഞ് ഞാനൊന്ന് മരിക്കേക്കാരം, എനിക്ക് തീരെ വയ്യമ്മാണ്. അപ്പോഴാണൊന്ന് കൊണ്ടുപോകാൻ തോന്നിയത്, എനിക്ക് തീരെ വയ്യാന്ന്. സ്കാനിങ് എടുക്കാനും ഒരുപാട് ലാബ് ടെസ്റ്റ് നടത്താനും പറഞ്ഞിട്ട് നടത്താനും പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ പൈസ കിട്ടിയത്.
അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ്, എന്തൊക്കെയാണ് നടത്തേണ്ടത്, ഇന്നൊക്കെ ടെസ്റ്റാണ്, ലാബ് ടെസ്റ്റുകൾ നടത്തണം, സ്കാനിങ് എടുക്കണം. 2 ആസ്പത്രി എന്ന് പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേജാറുണ്ട്, പൈസ ഇപ്പോൾ തന്നെ അയച്ചു തരാറുണ്ട്. ഓഫീസൊക്കെ വിളിച്ച് പറഞ്ഞു. അല്ലെന്നില്ല, അവർക്ക് ആവശ്യ എല്ലാ ടെസ്റ്റുകളും ലാബ് റിപ്പോർട്ട് എല്ലാം എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിലൊരു സംഖ്യ ഇവിടുന്ന് അപ്പോൾ തന്നെ അയച്ചു കൊടുക്കാൻ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഗൂഗിൾ പേ ഒന്നുമില്ല, ഞാൻ ഓഫീസിൽ നിന്ന് അയപ്പിക്കാം, ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ എന്തെങ്കിലും അത് ആദ്യം ഒന്ന് പറഞ്ഞുകൂടിയിരുന്നു, ഇത്രത്തോളം പ്രയാസമില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്ക് കാര്യങ്ങളൊന്നും ഒരാളോട് പറയണത് ഇഷ്ടമില്ല. ഓൻ പറഞ്ഞു ഞാൻ വയറുവേദനയൊക്കെ ആയിട്ട് മരിച്ചേക്കാരമ്മ എന്ന് പറഞ്ഞു. പക്ഷെ ഉമ്മാരായി നമുക്കത് കേട്ട് നിൽക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയണത് ഒരുപാട് പ്രായമുള്ളൊരു താത്ത എന്നല്ല, ഒരു 10-30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും തോന്നുന്നു. 2 കുട്ടികളൊരു ഉമ്മയാണ്. പറഞ്ഞു പോലെ ഈ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇത്. സത്യത്തിൽ നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണം തന്നെ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതുവഴി അനാഥരാകുന്ന ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ചെറിയ മക്കളുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളൊരു പരീക്ഷണമാണ്. ഈ അനാഥത്വം ഒരു കുട്ടിക്കും ഒരു ദുരിതമായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അള്ളാഹുവും റസൂലൊക്കെ ഈ രീതിയിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ അനാഥകളോട് എങ്ങനെ പെരുമാറണം, അവരെ കാര്യത്തിൽ എന്ത് ഇടപെടണം എന്നൊക്കെ പഠിച്ച റബ്ബ് പറഞ്ഞത്. ഈ ഒരു ആ അനാഥത്വം വരുത്തുന്നത് പഠിച്ചവനാണ്, ഒരാൾ മരിപ്പിക്കുന്നത് പഠിച്ചവനാണ്. പക്ഷെ അത് മരിപ്പിച്ച് കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ആളുകൾ നോക്കേണ്ട ഉത്തരവാദിത്വം അതാത് നാടുകളിലുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആ മഹലിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഒന്നും ഒരു ദുരിതം അനുഭവിച്ചൊരു കുട്ടി, ഒരു 12 വയസ്സായ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ വേദന അനുഭവിച്ച് അത് കാണുമ്പോൾ ഒരുങ്ങിത്തീരുന്നൊരു ഉമ്മ സത്യത്തിൽ ഒരു മഹലിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ അല്ലെങ്കിൽ ആ ചുറ്റുപാടിലൊരു 10 ആളെങ്കിലും വിചാരിച്ചായിരുന്നെങ്കിൽ ഇത്രയൊന്നും ദൂരത്തുനിന്ന് നമ്മൾ ആളുകൾ ഇങ്ങോട്ട് വരേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന് മനസ്സിലാകണം. ഏതായാലും ആ സഹോദരിക്ക് ആശ്വാസമായി ആശുപത്രിയിൽ പോയി. കുട്ടീൻ്റെ കാര്യത്തിൽ തുടർ ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാൻ പറ്റിയെന്നതാണ്. കഴിഞ്ഞ ആഴ്ച പകുതി സൂചിപ്പിച്ചു പോയൊരു കാര്യം, മറ്റൊരു സമുദായത്തിലുള്ള ഒരു സഹോദരി, ആ സഹോദരിൻ്റെ അനുജത്തിയും കൂടി ഇവിടെ വന്നപ്പോൾ ആ സഹോദരി മാസ്കൊക്കെ ഇട്ട് വന്ന് ഇവിടെ ഇരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഭർത്താവ് മരിച്ചിട്ട് 6 ദിവസമായിട്ടുള്ളൂ. 6 ദിവസം ആയി ആ ഒരു സഹോദരിയാണ് ഇവിടെ വന്നത്, അനിയത്തി കൊണ്ടുവന്നാണ്. സംസാരവിദ്യയാണ് മനസ്സിലായത്. ആ സഹോദരിക്കും ക്യാൻസറാണ്, ശരീരത്തിലൊരു ഭാഗം സർജറി ചെയ്ത് ഒഴിവാക്കിയാണ്. 3 കുട്ടികളാണ്. അച്ഛൻ മരിച്ചുപോയി, മക്കളെ വല്യച്ഛൻ പ്രായമുള്ള ആളാണ്, വേറെ വരുമാനമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ ചികിത്സ തുടരണം, മക്കളെ മറ്റു കാര്യങ്ങൾ നടക്കണം, അതുകൊണ്ടാണ് കേട്ടറിഞ്ഞിങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു 2-3 കുട്ടികളും ഒരു മാരകമായ രോഗവും ഒരു ഒറ്റപ്പെടലുകളും. അവിടെ ഒരേ ജാതിയും മതമൊന്നും അല്ലല്ലോ പ്രശ്നം. ആ കുട്ടികളും അനാഥർ തന്നെയാണല്ലോ. യതീം എന്ന് പറയുമ്പോൾ ബാപ്പ മരിച്ചുപോയി നമ്മൾ പറയുമ്പോഴും അച്ഛൻ മരിച്ച ഒരു കുട്ടി നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ആ കുട്ടിക്കും ഒരു താങ്ങായി മാറാൻ നമ്മൾക്ക് പറ്റണമല്ലോ. അത് കിട്ടും എന്നുള്ളതുകൊണ്ടായിരിക്കും ആ സഹോദരിമാർ ഇവിടെ കയറി വന്നതും നമ്മൾക്ക് അവിടെ പോകാൻ പറ്റിയതും നിങ്ങൾ ചികിത്സക്കും മക്കളെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ചെയ്തുതരാൻ നമ്മോട് പറഞ്ഞത്. അതേപോലെ നമ്മൾ എടപ്പാളിൽ നമ്മളെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു സഹോദരിമാർ അങ്ങോട്ട് വിളിച്ചിരുന്നു. നമ്മൾ ഒരുപാട് ദൂരമല്ല ഞങ്ങൾ അങ്ങോട്ട് വന്നോളിയാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്ത സമയത്ത് എനിക്ക് ആ സഹോദരനോട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് അവിടുന്ന് സ്വസ്ഥമായിട്ട് കണ്ടപ്പോഴാണ് ആ സഹോദരി പറഞ്ഞു, ഭർത്താവ് മരിച്ചു, 2 കുട്ടികളാണ്, UKG-യിലാണ്, ഒന്ന് 2ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ പണിക്ക് ആൾ വിളിക്കില്ല, എൻ്റെ ശരീരത്തിലൊരു തൊലിക്കൊരു രോഗം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ ആരും വിളിക്കൂല, ആൾക്കൂട്ടത്തിൽ പോയി നിൽക്കാനും കഴിയില്ല, ആളിനെ പണിക്ക് വിളിക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടായിപ്പോയി, നല്ല പ്രയാസമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണിക്ക് പോകുമായിരുന്നല്ലോ
അതിനും പറ്റാതായിപ്പോയി. അതുകൊണ്ടാണ് ഈ 2 ചെറിയ കുട്ടികളെ പോറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ കഞ്ചിക്കോട് അപ്പുറത്ത് ഏകദേശം കോയമ്പത്തൂരിൻ്റെ അടുത്ത ഒരു പ്രദേശത്തു നിന്നാണ് ഒരു സഹോദരി, 27 വയസ്സായ ഒരു സഹോദരി ഒരു കുട്ടീനായിട്ട് വന്നത്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അവസാനം ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ആരോ കേട്ടറിഞ്ഞിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഒരു വയലിലൂടെ കുറേ കാറ് പോവും, പിന്നെ കാറ് പോവാത്ത ഒരു നല്ല പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം, മറ്റേ വലിയ പനകളൊക്കെ ഉള്ള ഒരു തോട്ടം. അതിൻ്റെ സൈഡിൽ കൂടെ പോയി ആ വീട്ടിലെത്തിയപ്പോൾ ഒരു ഓടിട്ട ചെറിയൊരു കൂര. ആ കൂരയിൽ 85 വയസ്സായ ഒരു സഹോദരി, അതൊരു വല്യമ്മ, 56 വയസ്സായ ഒരു മകള്, അതിൻ്റെ 27 വയസ്സായ ഈ മകള്, അതിൻ്റെ 2 വയസ്സായ വേറൊരു മകള്. അതായത് ആ വീട്ടിൽ 4 സ്ത്രീകളാണുള്ളത്. ഒന്ന് ഈ ഇപ്പം മരിച്ചുപോയ 2 വയസ്സായ ഒരു പെൺകുട്ടി, ആ കുട്ടീൻ്റെ ഉമ്മ 27 വയസ്സായ ഒരു സഹോദരി, ആ സഹോദരൻ്റെ ഉമ്മ 56 വയസ്സായിട്ടുണ്ട്, ആ സഹോദരൻ്റെ ഉമ്മ 85 വയസ്സായിട്ടുണ്ട്. 4 ആളും കൂടി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അത് വല്ലാത്തൊരു രംഗമായിരുന്നു. ഒരു ചെറിയൊരു കുടിലിൽ ഒരു ഏക വരുമാനം കുറച്ച് ആടുകളുണ്ട്. അതിങ്ങനെ നോക്കി എന്തെങ്കിലും ആയി പ്രസവിച്ച് വിറ്റ് കിട്ടിയാൽ എന്തെങ്കിലും ഉണ്ടാവും. പോരാ നേരത്ത് ആ കുട്ടികളുടെ അമ്മ പറഞ്ഞു, ഞാൻ വേറൊരു തൊഴിലും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ചെറിയ കുടിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ സഞ്ചി അടിക്കുന്നുണ്ട്. ഇതടിച്ചു കൊടുത്താൽ എന്തോ 2 ഉറുപ്പ്യ കിട്ടും എന്ന് പറഞ്ഞു. ഒരു സഞ്ചി നല്ല വൃത്തിയിൽ ഒരു സ്ഥലത്തേക്ക് സാധനം ഇറക്കി കൊടുക്കും, പിന്നെ അവരൊന്ന് കൊണ്ടുപോകും, 2 ഉറുപ്പ്യ കിട്ടും. അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട് ആ കുട്ടി എത്ര ആളെ നോക്കണമെന്നറിയാം. അതായത് ഈ 27 വയസ്സായ പെൺകുട്ടി, അതിൻ്റെ 2 വയസ്സായ മകളെ നോക്കണം, 56 വയസ്സായ ഉമ്മ ഉണ്ട്, അമ്മാനെ ശ്രദ്ധിക്കണം, 85 വയസ്സായ വല്യമ്മയും പറഞ്ഞു എനിക്ക് മരുന്നൊക്കെ വാങ്ങണം. എന്നോട് കുറേ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. സംസാരിക്കാനൊന്നും ഒരു തകരാറില്ല, ഓർമ്മക്കുറവില്ല, നന്നായിട്ട് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം ആ കുടിയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ 2-3 ആളുകൾ നിൽക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു സമാധാനം, ഓരോ കുടിലുകളിൽ കയറി ഇത്രയും കേട്ടല്ലോ. സത്യത്തിൽ ഒരുപാട് പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും ഓരോടൊന്ന് പേര് രജിസ്റ്റർ ഓരോ വീടുകളിൽ ചെന്ന് ഓരോ പ്രശ്നങ്ങളൊക്കെ കേട്ട് ആ ഇരിക്കണതിൻ്റെ അവർക്ക് വല്ലാത്തൊരു നിർവൃതി. കുറച്ചുകൂടി പൈസ ആരോ തന്നത് ഏൽപ്പിച്ചപ്പോൾ ഒരത് 2 കൈയും കാണിച്ച് വാങ്ങിക്കേണ്ട ഒരു രംഗമുണ്ട്. വളരെ സന്തോഷത്തിലാണ്. കുഞ്ഞുങ്ങൾ ആലോചിച്ചൊക്കെയാണ്, ഒരു വീട്ടിൽ 2 വയസ്സായ ഒരു പെൺകുട്ടി, 27 വയസ്സായ ഒരു സഹോദരി, അതിൻ്റെ അമ്മ 56 വയസ്സ്, അതിൻ്റെ അമ്മ 85 വയസ്സ്. ആ വീട്ടിലും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. പക്ഷെ അതിനൊന്നും നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് അതിനൊക്കെ നമ്മളിങ്ങളെ കൂടെ കണ്ട് ചെയ്തു തരാറ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓർഫൻ അഡ്രസ്സ് മരിച്ചിട്ട് 5 മാസമായിട്ടുള്ളൂ. അപ്പോൾ വേഗം പോകുമെന്ന് വിചാരിച്ച് അവിടെ ആയിഷ ഞാനും സീതാലിക്കുട്ടി സാഹിബൊക്കെ ചെന്ന് പെട്ടതേ പ്രശ്നത്തിലായി. ആ സഹോദരനെ വിളിച്ചു, ഫോണൊക്കെ കിട്ടി, പിന്നെ ഫോൺ കിട്ടാതായി. പിന്നെ വഴി പുറത്തുനിന്ന് അന്വേഷിച്ച് വന്നു. ചെന്നോക്കിയപ്പോൾ ആ സഹോദരി വന്നിട്ട് പറയണത് കുറേ പ്രയാസങ്ങൾ ഒന്നിച്ച് പറഞ്ഞു. നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അസ്വസ്ഥതയിലാണ്. ഭർത്താവ് മരിച്ച അസ്വസ്ഥത എന്തായാലും ഉണ്ടാവും, പക്ഷേ ഈ വീട് ഇന്ന് ശാശ്വതമല്ല. കാരണം അതിൻ്റെ പേരിലല്ല, അതിൻ്റെ ഭർത്താവിൻ്റെ പേരിലല്ല വീട്, ഒരുപാട് ആളുകൾക്കുള്ളത്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് അത് ഇറങ്ങിപ്പോയിട്ട് നിൽക്കാൻ സ്ഥലമില്ല, വേറെ വീടില്ല. അപ്പോൾ എന്ന കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞതിലൊക്കെ ഒപ്പരി അതിൻ്റെ ഇത്രയും പ്രശ്നങ്ങളാണ്. അപ്പം അവിടുത്തെ വലിയ താത്താനോട് സംസാരിച്ചപ്പോൾ താത്ത വളരെ വൈകാരികമായിട്ട് പറഞ്ഞു, നിങ്ങളൊരു പെരണ്ടാക്കി കൊടുത്താലേ. ഒറ്റയടിക്ക് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു വീടുണ്ടാക്കി കൊടുത്താലേ. അപ്പം നമ്മൾ പറഞ്ഞു, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ച് മാസത്തിലും ചിലവിന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, അതിനെപ്പറ്റി ആലോചിക്കാനാണ്. ഓക്ക് പണ്ടമാണല്ലോ. ഞാൻ പറഞ്ഞു, പണ്ടത്തിനെ പറ്റി നിങ്ങൾ ആര് കൊടുത്തു എന്ത് വാങ്ങിയെന്ന് അറിയില്ല. അത് നിങ്ങളെന്തായാലും വാപ്പി മരിച്ചുപോയി, ഇപ്പം നിങ്ങളെ പേരിലാണ് ഭൂമിയെങ്കിൽ നിങ്ങൾ ഓർക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് ചെയ്യണം. 2 മക്കളുള്ളല്ലേ, ഒരു കുട്ടി ഇല്ലാത്ത കുട്ടി നമ്മളെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ അവർക്ക് സമാധാനം ഇല്ലാതെ അവിടെ ഇറങ്ങി പോകേണ്ട സാഹചര്യമാണ്. അപ്പം
അപ്പം നമ്മളിങ്ങനെ ഈ വസിയത്ത് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ ഷെറേൻ്റെ വിധി അനുസരിച്ച് എന്താ ചെയ്തോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്താളി എന്നാണ് ആ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഭയങ്കര റിപ്ലൈ. അങ്ങനെ ഈ സഹോദരി ആകെ മാനസികമായി തകർന്നു. നമ്മൾ ലാസ്റ്റവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, വീടല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മൾ ബിസ്മിയിൽ 10,250 സഹോദരിമാരുണ്ട്. ഓല കാര്യമൊക്കെ നടന്നു പോകുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിൻ്റെ പേരിലൊരു സഹോദരിയും വീടില്ലാതെയും ഭക്ഷണം കിട്ടാതെയും ഒന്ന് പട്ടിണി കിടന്ന് തെരുവിൽ ഇറങ്ങി നടക്കേണ്ട അവസ്ഥ ഒന്നും ഈ സമൂഹത്തിൽ ഉണ്ടാവില്ല. നമുക്കെന്താ വെച്ചാൽ നോക്കങ്ങൾ ബേജാറാകണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിന് കുറച്ച് പൈസ കൊടുത്താണ് നമ്മളവിടുന്ന് പോകുന്നു. ഈ 2 മക്കൾ ഈ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലൊന്ന് ചേർത്ത് പിടിക്കണതിന് വേറെ. അപ്പം ഇങ്ങനത്തെ ഒരു ഒറ്റപ്പെടുന്ന ഒരു സമൂഹത്തിൽ സത്യത്തിൽ നമ്മളൊക്കെ ഒരു ബാധ്യത വളരെ കൂടുതൽ. അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഇറങ്ങിപ്പോകാൻ സ്ഥലമില്ല, പോകാൻ വീടില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് സ്ഥലവും പേരൊന്നുമില്ല, അവരില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ധൈര്യം നിന്നോളി, നിങ്ങളൊരു വഴി ഉണ്ടാവും, ഒറ്റപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ വൈദവ്യം എന്നുള്ള ആ ഒരു സംഗതിയും അനാഥത്വം എന്ന് പറഞ്ഞൊരു സംഗതിയും നമ്മളെ അവരനുഭവിക്കുന്ന വേദനകൾ നമ്മളെ ബുദ്ധിക്കോ ചിന്തക്കോ എത്രയോ അപ്പുറത്താണെന്നുള്ളതാണ്. അത് ഒരു 100 സഹോദരിമാരെ വിളിച്ച് ചോദിച്ചാൽ തത്വത്തിൽ ഭർത്താവ് മരിച്ചു, കുട്ടി എത്തിയുമായി എന്നുള്ളത് 2 വരിയാണ്. അതെല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവരെല്ലാ ആളുകളും അനുഭവിക്കുന്ന വേദനകൾ വളരെ വ്യത്യസ്തമായ വേദനകളാണ്. നമ്മൾ ഒരിക്കലും അത് നമ്മളെ ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അത് അവർ ഉരുകിത്തീരുന്ന കുറേ സംഗതികളാണ്. ഓർക്കൊന്ന് കേട്ടു കൊടുക്കുന്നത് പോലും എന്തോ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. ഒരു കത്തുന്ന തീക്ക് വെള്ളം പറഞ്ഞത് കണക്കുന്നത് പോലെ മനസ്സും ശരീരവും തകർന്നു നിൽക്കുമ്പോൾ ഒന്ന് കയറി ചെന്നാണ്ട് എന്താണ് വർത്തമാനം, നിങ്ങൾ വിഷമിക്കേണ്ടതിന് വഴിയുണ്ടാവും എന്ന് പറയാൻ ഒരാളില്ലാത്ത സാഹചര്യം. സത്യത്തിൽ അത് സമ്പത്തില്ലാത്തവർക്കും പറ്റും. നമ്മളുണ്ടായ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ആളുകളാണ് ഇവിടെയുള്ള സഹോദരിമാരും ഇവിടെയുള്ള സഹോദരന്മാരും. സ്വന്തം ഉടപ്പറപ്പിങ്ങളിൽ നിന്നോ സമൂഹത്തു നിന്നോ അല്ലെങ്കിൽ കുടുംബത്തു നിന്നോ അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല ഇടപെടലുകളെങ്കിലും ഉണ്ടായി കിട്ടിയെങ്കിൽ ഒരു തലയിൽ കത്തുന്നതൊന്ന് കുറയ്ക്കായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടിയെങ്കിൽ തിന്നതിന് എല്ലാവരും വിചാരിക്കണം. ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കാൻ പോലും കിട്ടാതെ വരണ്ട് ശരീരവും മനസ്സും വരണ്ട് മരുഭൂമി പോലെ ആയ കുറേ സഹോദരിമാർ, ഓരോ മക്കളെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ ഓരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ടാണ് ഇവർ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു 500 1000 അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു 4 മുട്ടായിയോ കാണുമ്പോൾ അവർക്ക് 500 1000ൻ്റെ 4 മുട്ടായിൻ്റെയും വലിപ്പമല്ല അവർ കാണുന്നത്. ഞങ്ങളൊന്ന് പരിഗണിച്ചല്ലോ, നമ്മൾക്കൊന്ന് കേട്ടല്ലോ എന്നുള്ളത്. ഏതെല്ലാം അവർക്ക് ആശ്വാസമൊക്കെ ആയി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു സഹോദരിൻ്റെ വീട്ടിൽ പോയപ്പോൾ 3.5 വയസ്സായ കുട്ടി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു 3.5 വയസ്സായൊരു കുട്ടീനൊക്കെ നോക്കാൻ ഇപ്പോൾ ഒരു ഉമ്മാക്ക് സാധിക്കുമല്ലോ, എന്നാലും ശരി കുട്ടിയല്ലേ, പണിക്കൊന്നും പോകാൻ കഴിയുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു കാക്കണ്ട്, കണ്ണ് കുണ്ടിലായി, മുടിയൊക്കെ നീണ്ട്, ഒരു വല്ലാത്ത ശരീരപ്രകൃതി ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പണിക്ക് പോയ സമയത്ത് അപകടം പറ്റി, കയ്യും കാലും ശരീരം ഒന്നും ഉറങ്ങിപ്പോയി. ഇപ്പം ഇങ്ങനെ ഒരു കോലാണുള്ളത്, എനിക്കൊന്നും പോറ്റാൻ കഴിയുന്നില്ലേ കുട്ടീനെ എന്ന് പറഞ്ഞിട്ട് ഈ മകൾ വന്ന് നിൽക്കണം. ഈ മകൾക്ക് 24-25 വയസ്സായിട്ടുള്ളൂ. 3.5 വയസ്സായ കുട്ടികൾ. ഭർത്താവ് മരിച്ചപ്പോൾ തിരിച്ചു പോന്നു. ഇവിടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ഒരു മര്യാദയ്ക്ക് നീച്ച് നടക്കാൻ പറ്റാത്ത, കണ്ണൊക്കെ കുണ്ടിലായി, വല്ലാത്തൊരു ബേജാറ് തോന്നുന്നൊരു മനുഷ്യൻ. അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ വാതിക്കൽ നിന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ പൊട്ടി, കൈയിട്ടത് ഇങ്ങനെ, കമ്പിട്ടത് ഇങ്ങനെ ആയിപ്പോയി, ഇത് വളഞ്ഞു പോയി, കാലിങ്ങനെയാണ്, കൈ ഇങ്ങനെയാണ്, വാതിക്കൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ വാതിക്കൽ നിൽക്കുന്നുണ്ട്. അവിടെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്ത് കിട്ടിയാലും ആവശ്യമാണ്, ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. മറ്റൊരു വീടാണ് കുഞ്ഞുമോ സൂചിപ്പിച്ചത്. ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന വഴിയിൽ ഇറങ്ങിയൊരു വീട്. 4 പെൺകുട്ടികൾ, ഒന്നിനെ കെട്ടിച്ചും തോന്നുന്നുണ്ട്, 3 പെൺകുട്ടികൾ അവിടെ ഉണ്ട്. ആ ഒരു കുട്ടികളെ വാപ്പ ഉപയോഗിച്ചൊരു വണ്ടി മുന്നിൽ നിൽക്കുമ്പോൾ ആ വണ്ടീൻ്റെ കഥയാണ് സൂചിപ്പിച്ചത്.
സത്യത്തിൽ ആ 3-4 ആ ചെറിയ പെൺകുട്ടിക്കൊന്നും ആ നെട്ടൽ മാറിയില്ല. എത്ര തമാശ പറഞ്ഞിട്ടും മുട്ടായി കൊണ്ട് കൊടുത്തിട്ടൊന്നും ആ കുട്ടി നെട്ടൽ മാറിയിട്ടില്ല. മരിച്ചിട്ട് 5-6 മാസമായിട്ടുള്ളൂ. ഓർക്കും പ്രയാസം തന്നെയാണ്. ഒരു മനുഷ്യനാണ് മരിച്ചു പോയാൽ ആ മനുഷ്യനെ മറവ് ചെയ്ത് തിരിച്ചു പോന്നാൽ അവിടെ ആ അയൽപ്പക്കത്തോ കുടുംബങ്ങളിലോ വാർഡിലോ മഹലിലൊക്കെ ഉള്ള 10 ആൾ കൂടിയാണ്ട് ഇവിടെ ഒരാൾ ഒരു കൂലിപ്പണിക്കാരൻ മരിച്ചു പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മളൊരു ഇടപെടൽ നടത്തണം എന്ന് വിചാരിച്ചിറങ്ങിയാൽ നമ്മുടെ മഹലിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ ഏരിയയിൽ ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരു 3-4 കുട്ടികളുണ്ട്, ഒരു സഹോദരി ഉണ്ട്. ആ സഹോദരിക്ക് മരുന്ന് കുടിക്കണം, ആ സഹോദരൻ്റെ മക്കൾക്ക് മരുന്ന് കുടിക്കണം, അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർക്ക് വിദ്യാഭ്യാസം വേണം, ഓൽക്കൊരു പാർപ്പിടം വേണം. പാർപ്പിടം ഒരു പക്ഷെ പെട്ടെന്ന് ഇപ്പം നടന്നോളുന്നില്ല. എന്നാലും ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ മുട്ടാതെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആ ഓരോ ആളുകളും അത് വളരെ അർഹിക്കണ ആ അർത്ഥത്തിൽ അത് ഏറ്റെടുക്കാതെ പോയാൽ ഈ സമുദായത്തിൻ്റെ പേരിൽ എപ്പോഴും ഈ കുറേ ആളുകൾ ഇങ്ങനെ ഈ എന്താ പറയുക, കുറേ ആളുകൾ ഈ സമുദായത്തിൽ ഉരുകിത്തീരുന്ന കുറേ മനുഷ്യന്മാർ, കുറേ സഹോദരിമാരും മക്കളും ഒരു ആസ്പത്രിക്ക് കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഉമ്മ ഇങ്ങനെ നെഞ്ഞുരുകുമ്പോൾ ആ കുട്ടീൻ്റെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും. ഒരു 10-12 വയസ്സായ കുട്ടിക്ക് അറിയാലോ അമ്മച്ചിൻ്റെ പൈസ ഇല്ലായിട്ടാണെന്ന്. അപ്പോൾ 2 മനസ്സ് ഉരുകിത്തീരുകയാണ് ഇവിടെ. അപ്പോൾ ഈ ആളുകൾക്ക് ഇപ്പോൾ ചെറിയൊരു സംഗതി, അപ്പം ചിലപ്പം ചെറിയ ഇടപെടലുകൾ കൊണ്ട് വലിയ വലിയ രോഗങ്ങളൊന്നും വലിയ വലിയ പിരിമുറുക്കങ്ങളൊന്നും വലിയ വലിയ മോശപ്പെട്ട അവസ്ഥ വരാതിരിക്കാനും കാരണമായി കിട്ടും. ഈ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഭർത്താവ് മരിച്ചു, 4 കുട്ടികളാണ്, 6 മാസമായി മരിച്ചിട്ട്, വരുമാനമൊന്നുമില്ല, വീടില്ല. ഭർത്താവ് മരിച്ചപ്പം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നു. സ്വന്തം വീട്ടിൽ വന്നപ്പോൾ സ്വന്തം വീട്ടിലുള്ള ആളുകളൊക്കെ പോയി. ഇപ്പോൾ ഒരുപാട് അവകാശികൾക്ക് പറ്റിയൊരു വീടാണ്. മക്കൾക്ക് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുടുങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം അവരെ വീടുകളിൽ പോയി കണ്ടു. നല്ല പ്രയാസം. ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്. ഒരു വീട് കിട്ടിയെങ്കിൽ അപ്പം നിങ്ങൾ വരി നമുക്ക് നോക്കാം ഇൻഷാല്ലാ. അന്ന് ഉത്തരവാദിത്തപ്പെട്ട ആങ്ങളാരെ കുട്ടി വരുന്നത് വരാൻ പറഞ്ഞിട്ടുണ്ട്. കാശിമാക്കാനോട് ഇപ്പോൾ വീട് പണി തുടങ്ങാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ തുടങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്ര ആളുകളിൽ ഈ 4 കുട്ടികളും ഒരു ഉമ്മയും ഉരുകിത്തീരുമ്പോൾ നമ്മൾക്കൊരു ഇടപെടലുണ്ടായ 4-5 മനുഷ്യന്മാരെ ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനം. ഇപ്പോൾ നേരത്തെ കുഞ്ഞുമോൻ പറഞ്ഞു, ഒരാളെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സന്തോഷിപ്പിക്കും, ഒരാളെ ബുദ്ധിമുട്ട് നമ്മൾ മാറ്റിയാൽ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ട് മാറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് പൈസ ഒരുക്കി വെച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ കാശിമാക്കാനോട് ഇപ്പോൾ നിങ്ങൾ ഇന്ന് അവിടെ പോകണം, വൈകുന്നേരം നാളെ രാവിലെ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് തറ കുറ്റിയടിക്കണം, ഒരു 3 ദിവസത്തിനുള്ളിൽ തറപ്പണി തുടങ്ങണം, ബാക്കി കാര്യങ്ങളൊക്കെ അത് എളുപ്പമാക്കി തരും. നമ്മളൊന്ന് തലച്ചാൽ മതി. നമ്മളൊന്ന് ഇറങ്ങുകയാണെങ്കിൽ പഠിച്ചവൻ സഹായിക്കുന്നതിന് ഒരുപാട് ഉദാഹരണം. ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഈ 2018 നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു മാസം ഒരു വീട് എത്തിയും കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതുപോലെ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ഉണ്ടാക്കുന്ന തീരുമാനം എടുത്തത് 2018 ബിസ്മി 95 നമ്മൾ തുടങ്ങിയെങ്കിലും അന്ന് മുതൽ വീട് റിപ്പയറും ഓടിട്ട വീട് ഉണ്ടാക്കി കൊടുക്കലും ഷെഡും ഉണ്ടാക്കി കൊടുക്കലും ഷീറ്റിട്ട വീടുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ കോൺക്രീറ്റ് വീടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് അതിൻ്റെ കണക്കില്ല, അത് നമ്മളങ്ങനെ കണക്ക് വെച്ചിട്ടില്ല. പിന്നെ മാസത്തിലൊരു വീടെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായി. അന്നൊരു നിയത്ത് വെച്ചു. ഇപ്പോൾ നേരത്തെ കുഞ്ഞുമോ സൂചിപ്പിച്ചു, നമ്മൾ 2025 കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ആ ഒരു നിയത്തിൽ നമ്മൾ അന്ന് 2018 പറഞ്ഞു, ഒരു വീട് ഒരു ദിവസം മാസത്തിലൊരു വീട് ഉണ്ടാക്കണം. സത്യത്തിൽ മാസത്തിലൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് പോണ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റിയതല്ല മാസത്തിലൊരു വീട്. കൊല്ലത്തിൽ 12 വീടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2018 12 വീട് കിട്ടി. 2019 16 വീടുണ്ടായി. 2020 21 വീടുണ്ടായി. 2018 12 വീട്. 2019 16 വീട്. 2020 21 വീട്. 2021 18 വീട്. 2022 28 വീട്. 2023 24 വീട്. 2024 18 വീട്. അതായത് ഈ കൊല്ലം 18ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയായി. ഇൻഷാ അല്ലാ ഈ 11-ാം തീയതി ആകുമ്പോൾ നമ്മൾ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ 7 കൊല്ലം കൊണ്ട് 137 കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു 2018 നമ്മളങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ
137 വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു, അതിനുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവുന്നില്ല. അള്ളാഹു വലിയവനാണ്. അള്ളാഹിനെ മുൻനിർത്തി മാത്രമാണ് അങ്ങനെ തീരുമാനമെടുത്ത്. പടച്ചവനെ ഇങ്ങനെ ഒരു മാസത്തിൽ എത്തിയും കുട്ടികൾക്കും രോഗികൾക്കും ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം, അതിനുള്ള വഴി കാണിച്ചു തരുന്നത് അള്ളാഹുവിൽ ഏൽപ്പിച്ചപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതാത് സമയങ്ങളിൽ ആവശ്യമായ വിഭവങ്ങൾ പൈസ ആയിട്ടും മറ്റുള്ള അതിനുള്ള സംവിധാനങ്ങളായിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 2025 കൊടുക്കാനുള്ള നിയത്ത് വെച്ച ആളുകൾക്കൊക്കെ ഉള്ള വീടിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസവും പൊന്നാനി ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു അഡ്രസ്സ് അന്വേഷിച്ച് പോകുമ്പോഴാണ് മറ്റൊരു സഹോദരി, ഒരു 14 വയസ്സായ ഒരു കുട്ടി നിൽക്കാതെ ഓടി നടക്കുക, ഓരോ വർത്തമാനം പറയാം. അപ്പോൾ ആ സഹോദരി പറയുന്നത് ഭർത്താവ് മരിച്ചുപോയി, എന്തെങ്കിലും പണിക്ക് പോകാൻ വിചാരിച്ചിന്, അതിപ്പോൾ നടക്കണില്ല, ഇവനിട്ടച്ച് പോകാൻ പറ്റില്ല, ഇവനിട്ടാണ്ട് പോകാൻ പറ്റില്ല, ഇവനിങ്ങനെ ഒരു അസുഖമുണ്ട്, ഇവൻ ഇറങ്ങി നടക്കും, ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ പല സഹോദരിമാർക്കും പണിക്ക് പോയാൽ തരക്കേടില്ല എന്നുണ്ട്. പക്ഷെ പല സഹോദരർക്കും പണിക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഒന്നുകിൽ ചെറിയ മക്കളുണ്ട്, അല്ലെങ്കിൽ വലിയ പെൺകുട്ടികളെ വരയിൽ ഒറ്റക്കിട്ട് പോകാൻ വയ്യ, അതല്ലെങ്കിൽ ഇതുപോണം ബുദ്ധിപരമായ തകരാറുള്ള കുട്ടികളുണ്ട്. ഈ അതിനകത്ത് പറഞ്ഞു 1, 2, 3 ഒന്നും പ്രശ്നങ്ങളല്ല, ഓരോ ആളുകൾക്കും ഓരോരോ പ്രയാസങ്ങളാണ്. നമ്മൾ ഒരേ പ്രയാസമായിട്ട് ഒരു പട്ടിണി എന്നുള്ള അതൊരു ഇത് മാത്രമൊന്നുമല്ല, പലതരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാം കൂടി പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന കുറേ വീടുകൾ, ഒന്ന് ഭർത്താവ് മരിച്ചിട്ട് 5 മാസമായി, അതിന് 6ലും LKGയിലും. മറ്റൊരു കുട്ടി സഹോദരി വന്നതിന് 10ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും, മറ്റൊന്ന് 8ാം ക്ലാസ്സിലും LKGയിലും. മറ്റൊരു ഭർത്താവ് മരിച്ച് 1 മാസമായി, അതിന് സഹോദരിയാണ് വന്നത് 6ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 3ാം ക്ലാസ്സും. 6 മാസമായി ഭർത്താവ് മരിച്ചൊരു സഹോദരി, വീടില്ല, LKG UKG ആണ്. 2 വർഷമായി ഒരു സഹോദരി, ഭർത്താവ് മരിച്ചിട്ട് ഒരു സഹോദരി 6ാം ക്ലാസ്സിലാണ്. 6 മാസമായി ഭർത്താവ് മരിച്ച് വീടില്ല, 6ലും 4ലും. പിന്നെ 4 വയസ്സായ കുട്ടിയുണ്ട്. 4 മാസമായി ഭർത്താവ് മരിച്ചിട്ട് 4 വയസ്സും 2.5 വയസ്സുണ്ട്. 2 മാസം മുമ്പ് മരിച്ച 3ാം ക്ലാസ്സിലും പിന്നെ ചെറിയൊരു കുട്ടി, അല്ല 2 മാസമായി മരിച്ചിട്ട് അതിന് 3ാം ക്ലാസ്സിലൊരു കുട്ടിയല്ലേ. മറ്റൊന്ന് ഭർത്താവ് മരിച്ചിട്ട് 2 കൊല്ലമായി, 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഉള്ളത്. മറ്റൊന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, LKGയിൽ 3 വയസ്സായ കുട്ടി. 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഒന്ന് 6 മാസമായി ഭർത്താവ് മരിച്ചിട്ട് 1ാം ക്ലാസ്സിലും 4 വയസ്സായ കുട്ടി. മറ്റൊരു സഹോദരിക്ക് 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും കുട്ടി. 1 വർഷമായിട്ട് മരിച്ച ഒരാൾക്ക് 2ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും +1 കുട്ടി. +1നും 10ലും 5ലും 3 പെൺകുട്ടികളുള്ളൊരു സഹോദരി. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, +1നും 6ലും 5ലും പഠിക്കുന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ള, 6ലും 5ലും 2ലും കുട്ടികൾ, വാടകയ്ക്ക് താമസം. ഇങ്ങനെ ഉള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഈ ഡിസംബറിലെ 4 ഞായറാഴ്ച, ഇതിപ്പോൾ ഇന്ന് 5ാമത്തെ ഞായറാഴ്ചയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഇത്തരം കുട്ടികളെ വേദനക്കൊരറുതി, ഒരാശ്വാസം കൊടുക്കാനാണ് ഇപ്പം നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. നമ്മളെ പഠിച്ചവന് ഏൽപ്പിച്ച് വല്ലാത്തൊരു അമാനത്തെ. നമ്മളെ സത്യത്തിൽ നമ്മൾ ഒരർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്, ഒരർത്ഥത്തിൽ നമ്മൾ വലിയ പരീക്ഷണത്തിന് വിധേയരായവരുമാണ്. സത്യത്തിൽ ഇത് നമ്മളെ ഈ ബിസ്മിൽ ചെയ്യണതാണെങ്കിലും ആരാണെങ്കിലും ഇതൊരു നമ്മളൊന്നും ഒരു ഔദാര്യം കൊണ്ട് ചെയ്യണമല്ല. വിശ്വാസം പറഞ്ഞ ഹദീസുകൾ ഒരുപാടുണ്ട്, നമ്മളൊരുപാട് കേട്ട് പോയതാണ്. രാഷ്ട്രീയ സ്റ്റേജുകൾ, മത സ്റ്റേജുകൾ, പൊതുപ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നതാണ്. ഇതുപോലുള്ള നമ്മളെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നതാണ്. യേശുദാസ് തൻ്റെ 2 ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നതിനും സ്വർഗത്തിൽ വിധമായിരിക്കും. മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണം എന്നുള്ള ആയത്തും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തൻ്റെ അഗതിക്കും അനാഥക്കും തടവുകാരനും അവരത് നൽകുകയും ചെയ്യും. വിശ്വാസികളെ ഗുണം എണ്ണി പറഞ്ഞിടത്തൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അല്ല, പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. ആദരിക്കാതിരിക്കുന്നത് ഒരു ആക്ഷേപമായിട്ടാണ് അള്ളാഹു തആല അവിടെ ഉന്നയിച്ചത്. വിശ്വാസം പറഞ്ഞ വിധവക്കും സാധുവിനു വേണ്ടി ഓടി നടക്കുന്നവൻ, അതായത് അവരെ സഹായിക്കാൻ പരിശ്രമിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്.
അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ മരണത്തോടടുത്തു, നമ്മൾക്ക് പഴയ പോലെ ഒന്നും സാധിക്കാത്ത അവസ്ഥകൾ വരും. അപ്പം അതിൻ്റെ മുന്നേ നമ്മൾക്ക് കിട്ടിയ ബന്ധങ്ങൾ, ഇത്തരം പ്രയാസപ്പെടുന്ന യതീം കുടുംബങ്ങൾ, രോഗികൾ, വീടില്ലാത്ത ആളുകൾ, ഇവർക്ക് താങ്ങും തണലും ആവാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, നമ്മളെ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ, അത്ര ആളുകളെ മുന്നിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ സഹായിക്കാൻ സന്നദ്ധമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് അള്ളാഹു ബിസ്മിനെ നിലനിർത്തട്ടെ.